യെസ് ഗൈസ്, ഇന്ന് ഞാൻ ചാറ്റ് ജി പി ടി മാത്രം യൂസ് ചെയ്തിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഗെയിം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വലിയ ഗെയിംസ് ഒന്നും ഇതാക്കരുത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ്, പ്രോഗ്രാം ലാംഗ്വേജസ് പറയാൻ പറ്റുമോ അറിയില്ല. എന്നാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ പറയുകയാണെങ്കിൽ HTML, CSS, JavaScript എന്നീ ലാംഗ്വേജസ് മാത്രമാണ്. പിന്നെ കുറച്ച് സൗണ്ട് എഫക്ട്സ് അങ്ങനത്തെ കുറച്ച് പുറത്തുനിന്ന് തന്നെയാണ്. ഇത് ഞാൻ ഫുള്ളി ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പൈസ ഒന്നും കൊടുത്ത് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്ര കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മറ്റന്മാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കുക. ആൻഡ് അപ്പോൾ ഇത് കുറച്ച് 2 മണിക്കൂറൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ടൈം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അടിയിലൊക്കെ നോക്കിയ സമയം നോക്കിയാറും ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ എഡിറ്റിംഗ് കുറച്ച് കൂടി ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് 1 മണിക്കൂർ വീഡിയോ ഞാൻ കട്ട് ചെയ്തിപ്പോൾ നോക്കിയപ്പോൾ 11 മിനിറ്റ് കേസ്. അപ്പോൾ എന്തായാലും ലൈക്ക് അടിച്ചേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പറ്റുന്നവരൊക്കെ നിങ്ങളെ ഡെവലപ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേക്കുക. പിന്നെ എനിക്ക് HTML, CSS ബേസിക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരു എൻജിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഗെയിം എൻജിൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, യൂണിറ്റി പോലത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഉണ്ടാവും. ഓക്കെ, എന്നാലും ആദ്യം തന്നെ ചാറ്റ് ജി പി ടി പോയിട്ട് കിഡ്സ് ഗെയിം എന്നൊക്കെ അടിച്ചപ്പോൾ എനിക്ക് HTML, CSS, JavaScript കിട്ടി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫോൾഡറിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നേരെ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് HTML, CSS ഒരു ഫയലുകൾ നമ്മളെ VS കോഡിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കായി ഞാൻ പറയാൻ മറന്നു. ഓക്കെ, VS കോഡിൽ ഞാൻ ഇതിൻ്റെ ഫയലുകളൊക്കെ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫുൾ കണ്ട് പേസ്റ്റ് ചെയ്യണം. ഫുൾ വൈബ് കോഡിങ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ കുറേ ബഗ്സ് എറേഴ്സൊക്കെ ഉണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇച്ചിരി ഞാൻ വിചാരിച്ച മാതിരി ആയില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സജഷൻസ് ഒക്കെ തന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. തന്ന സജഷൻസൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആഡ് ചെയ്തൊരു ഇത് തന്നു. അപ്പോൾ ഇത് നമുക്ക് കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിളിൽ നോക്കി നമുക്ക് ആപ്പിളിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്യാനുള്ള സംഭവം കിട്ടും. അതിൽ കൂടി നമുക്ക് കളർ കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നു. ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കുറച്ച് കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അത് നമ്മൾ ആദ്യം ആപ്പിൾ ഒന്ന് ടെസ്റ്റ് ചെയ്തു. അതേമാതിരി പിന്നെ ഞാൻ ബനാന, ഓറഞ്ച് അങ്ങനെ കുറേ വാട്ടർമെലോണൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്ക്ഗ്രൗണ്ട് .io അങ്ങനത്തെ വെബ്സൈറ്റ് ഉണ്ടെന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ മൊബൈലിൻ്റെ ഒരു വ്യൂവും കൂടി നോക്കി, അപ്പോഴും വലിയ പ്രശ്നമില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഞാൻ ഇതിന് ഒരു വൈബ്രൻറ്റ് കളറാക്കാൻ വേണ്ടി, കിഡ്സിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാലോ, യെല്ലോ ആ തീമിലായതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ CSS കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ട്രാൻസിഷൻ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതേമാതിരി കൂടി ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് സൗണ്ട് എഫക്റ്റും കൂടി ആഡ് ചെയ്യണം തോന്നി. അതുകൊണ്ട് നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുമ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ് വരിക, അങ്ങനെ ഇതും കൂടി ഞാൻ ചെയ്തു. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റ് ഒക്കെ നമ്മൾ JavaScriptലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ JavaScript ഒന്ന് ഞാൻ എഡിറ്റ് ചെയ്തു, ഒന്ന് ഫുൾ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ സൗണ്ട് എഫക്റ്റ് എന്നൊരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമുക്ക് ഇനി ഓരോ സൗണ്ട് എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കണം. ഓക്കെ, അതിന് വേണ്ടി ബ്രഷിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെ ബ്രഷ്, ക്ലിക്ക് അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാ, ഇപ്പോൾ ഇതിൻ്റെ നെയിം കറക്റ്റ് നോക്കണം നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ലിങ്ക് ആവില്ല. കണ്ടാ, ഇതിലും കറക്റ്റ് തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമുക്ക് ബ്രഷിൻ്റെ സൗണ്ട് ഒന്ന് കുറക്കണം. അതിൻ്റെ കുറച്ച് കട്ട് ഒന്ന് ചെയ്യണം. കാരണം അത് വലിയൊരു സൗണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. ഒരു ഗെയിം എന്നൊക്കെ പറയുമ്പോൾ വലിയ സൗണ്ട് എഫക്റ്റ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറിയൊരു 5 മിനിറ്റെങ്കിലും 5 സെക്കൻഡ് അല്ലേ ഉണ്ടാവുള്ളൂ. 5 സെക്കൻഡും കൂടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെബ്സൈറ്റിൽ പോയിട്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത നമ്മളെ ബ്രഷിൻ്റെ സൗണ്ട് എഫക്റ്റ് നേരെ ഇതിലേക്ക് ഇട്ടെടുത്തു. എന്നിട്ട് ഞാൻ മറ്റേ പഴയ സൗണ്ട് എഫക്റ്റ് എടുക്കാണ്ട് റിമൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സൗണ്ട് പോർട്ടലിലേക്ക് നേരെ കയറ്റിയിട്ടു. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നല്ല സെറ്റാണ്. നമ്മൾ വലിയ ഓവറായിട്ട് സൗണ്ട് എഫക്റ്റ് ഇല്ല. മറ്റേത് നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു. സൗണ്ട് എഫക്റ്റ് പറഞ്ഞാൽ നമ്മൾ മായ്ച്ച് കഴിഞ്ഞാലും പിന്നെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ എറൈസറിനൊരു ഇത് വേണമെന്ന്, PNG. ഓക്കെ, ഈ PNG വന്നില്ല. പക്ഷെ അതിന് കാരണം കണ്ടപ്പോൾ വന്നിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇത് നേരെ ഡൗൺലോഡ് ചെയ്യാൻ മറന്നു. എന്നിട്ട് ഞാൻ ഇമേജ് ഫോൾഡറൊക്കെ ഇട്ടിട്ടുമില്ല. ഞാനും വിചാരിച്ചു നീ ബഗ് അടിച്ചിട്ട് എന്താ പറ്റിയെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഇത് നേരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ടു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തെ നെയിം നോക്കണം. നമ്മൾ HTML ആണ് ഈ പ്രഷൊക്കെ എടുക്കുക. നേരെ HTML പോയി എറൈസറിന് തന്നെ ആയിരുന്നു. ഓക്കെ, ആ നെയിം തന്നെ ഇവിടെ കയറ്റി കൊടുത്തപ്പോൾ റെഡിയായി. ഇനി എന്തായാലും വന്നിട്ടുണ്ട്.
ഓക്കെ, അടുത്ത് നമുക്ക് ഒരു കിഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമല്ലോ. ഓക്കെ, എനിക്ക് ChatGPT എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതും സെറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് MP3 എന്ന ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സൗണ്ട് എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് നേരെ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് പുതിയ ജാവാസ്ക്രിപ്റ്റ് എന്തായാലും തന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ ഇവിടെ പോയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് MP3 എന്നായിരുന്നു. ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തൊക്കെ നമ്പേഴ്സും മ്യൂസിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ മ്യൂസിക് നമ്പറുകളൊക്കെ ഒഴിവാക്കി. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ വെബ്സൈറ്റിൽ എല്ലാത്തിനുണ്ടാവേണ്ട ഐക്കൺ ആണല്ലോ, അത് കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഐക്കൺ സെറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ഞാൻ ഐക്കൺ സെറ്റ് ചെയ്യാൻ നമ്മൾ ChatGPT ജനറേറ്റ് ചെയ്തു. അതിന് മുന്നേ അവൻ ജനറേറ്റ് ചെയ്യാൻ ഇട്ടു. പിന്നെ ഞാൻ ഇതിൻ്റെ നെയിം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു, പുതിയ നെയിം ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ഡ്രോയിങ് കളറിങ് ഗെയിം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഐക്കൺ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഐക്കൺ. കുഴപ്പമില്ലാത്തൊരു ഐക്കണാണ്, തട്ടിക്കൂട്ടി സെറ്റപ്പാണ്, എന്തായാലും എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഫുൾ ഐക്കൺ എന്തായാലും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റുമോ. എന്നിട്ട് ഞാൻ നേരെ GitHub പോയിട്ട് നമുക്ക് ഇത് ചെയ്യണം. വെബ്സൈറ്റിൽ നിന്നൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഇത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് മാത്രം ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതുവരെ നമ്മൾ കണ്ടത്. പക്ഷേ ഇത് നമുക്ക് ഇനി നമ്മളെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാതെ വേറെ ലെവൽക്കൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പരിപാടി. നമ്മൾ വെബ്സൈറ്റൊക്കെ ചെയ്യാൻ ഇച്ചിരി പൈസ ചിലവുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. നമ്മൾ ഈ Vercel.app പോയിട്ട് നമുക്ക് നമ്മളെ പുതിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട് നമ്മളെ പുതിയ ഇമ്പോർട്ട് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ വരും. എന്നിട്ട് നേരെ ഇതൊക്കെ കറക്റ്റിനായിരിക്കും. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇങ്ങനെ അതൊക്കെ ആയി വരും. ഓക്കെ, അത് ഫുള്ള് സെറ്റ് ആയിട്ട് ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് ഡാഷ്ബോർഡ് എന്ന് അടിച്ചിട്ട് നമുക്ക് നേരെ ഇത് കിട്ടും, ഇതിൻ്റെ ലിങ്ക് കിട്ടും. നമ്മളെ ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. Vercel.app എന്ന് ലാസ്റ്റ് ഉണ്ടാവും നമ്മളെ ആപ്പിൻ്റെ പേര്. ഞാനിത് നേരെ ഈ URL അടിച്ചിട്ട് ഞാൻ മൊബൈലും കൂടി നോക്കിയപ്പോൾ എല്ലാം സെറ്റ് തന്നെയാണ്. ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റിലല്ല, ഇതിപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും. ഓക്കെ, ഇതേമാതിരി ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, മൊബൈലിലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ചെറിയൊരു എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല പറഞ്ഞു. ഓക്കെ, ഞാൻ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതാദ്യം ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ ഇത് ഓൺലൈനായിട്ട് മാത്രമേ എൻ്റെ ഗെയിം ആൾറെഡി വർക്ക് ചെയ്തിരുന്നു. ഇത് ഓഫ്ലൈനായിട്ടും വർക്ക് ചെയ്ത സംഭവം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ manifest.json. ഓക്കെ, ഈ സാധനം നിങ്ങളെ ഇതിൽ സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇത് അതിന് കോപ്പി ചെയ്യുക, നിങ്ങളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോവുക, ന്യൂ ഫയലാട്ടോ, അത് ഫയൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾ ChatGPT-യോട് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഇത് ആഗ്രഹം തോന്നി, ഇത് ഓഫ്ലൈനായിട്ടും ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ manifest.json ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഇത് നിങ്ങൾ പോയിട്ട് ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്തു, കൺട്രോൾ അടിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ പോവുക. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ HTML-ലും ഇത് കൊടുക്കണം കേട്ടോ. നമ്മൾ HTML ലിങ്ക് ചെയ്യുന്നത് manifest.json എന്നുള്ള കാര്യം ഞാൻ കാണിക്കാം. ഈ ഹെഡ് ടാഗിനുള്ളിൽ തന്നെ manifest.json ആ സാധനം സെറ്റ് ചെയ്യണം. എന്നിട്ട് service-worker.js ആ സാധനം സെറ്റ് ചെയ്യുക. ഫയൽ ക്രിയേറ്റ് ചെയ്യുക, service.js ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നേരത്തെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഈസി. പിന്നെ രജിസ്റ്റർ സർവീസ് വർക്കർ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ എന്തുകൊണ്ട് ജാസ് ഓർ HTML ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ HTML ഫോൾഡർ ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് ട്യൂട്ടോറിയലിൻ്റെ ഒന്നും സംശയം, എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ആ വീഡിയോ 38 മിനിറ്റ് ഉണ്ട്, പെട്ടെന്ന് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. ഓക്കെ, ഈ സാധനം നിങ്ങളെ ഗെയിം ഫയലുണ്ടല്ലോ, ഓഡിയോ ഇതൊക്കെ ആഡ് ചെയ്ത് ഇത് നേരെ കോപ്പി ചെയ്യുക, നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇതിൽ ആഡ് ചെയ്യാൻ പറയുന്നത് ആഡ് ഫുള്ള് അങ്ങനെ നെയിം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ആഡ് എന്ന് പറയുകയാണ്. ഓക്കെ, ഇത് ഫുള്ള് ആഡ് ചെയ്ത് കണ്ട് തരും. ഇത് നമ്മൾ ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവം സ്ക്രിപ്റ്റൊക്കെ ഇത് കയറ്റിയിടുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി, ഇതൊക്കെ ഞാൻ പഠിച്ചിരുന്നുള്ളൂ. എന്തായാലും ഇതിനെ പറ്റി എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പറ്റാത്തത്. എന്നിട്ട് നേരെ ഇത് കോപ്പി ചെയ്യുക. ഇത് ഇമോജീസ് ഉണ്ട്, അതൊക്കെ നല്ല റിമൂവ് ചെയ്തേക്കാം. ഞാൻ എന്തായാലും എനിക്ക് അതൊന്നും ചെയ്തിട്ടില്ല, ഇതിലും അല്ലില്ല. അപ്പോൾ സെയിം സാധനം തന്നെയാണ്. ആ ഇമോജീസൊക്കെ വേണമെങ്കിൽ റിമൂവ് ഇമോജി എന്നൊക്കെ പറഞ്ഞാൽ മതി, ബോറാകുമ്പോൾ ഒരു ക്ലീൻ സംഭവം വരില്ല. ഓക്കെ, ഇനി ഇമോജീസ് എന്തായാലും റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മളെ ഇതുണ്ടല്ലോ GitHub നേരെ പോയിട്ട് GitHub-ൽ പോയിട്ട് ഇതൊന്നും ഇനി എഡിറ്റ് ചെയ്യണം. റിസ്ക് ആണെന്നാലും പറ്റില്ല. അത് നമ്മളെ ഇതല്ലേ കളർ. ഓക്കെ, ഇത് നേരെ എടുക്കുന്നു. എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റിലോട്ട് ആദ്യം HTML തന്നെ ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യാനും HTML നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എഡിറ്റ് പെൻസിലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പുതിയ HTML നേരെ എടുക്കുന്നു, കോപ്പി
Ctrl+C and Ctrl+V. ഓക്കെ, നമ്മൾ പുതിയത് സെറ്റ് അപ്ഡേറ്റ് HTML ഇൻഡെക്സ് HTML ആവില്ല. അങ്ങനെയൊക്കെ ഫയൽ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയുമോ ഏട്ടാ പ്രശ്നമില്ല. ഇനി CSS നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ JS-ലാണ് ചെയ്യുള്ളത്. JS. ഓക്കെ, അങ്ങനെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നേരെ പുതിയ പേസ്റ്റ് അയക്കണം നോക്കണം. ഓക്കെ, നമ്മൾ ഈ പേസ്റ്റ് ചെയ്യണം നോക്കി. ഓക്കെ 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 അപ്ഡേറ്റ് script.js എന്ന് കാണിക്കും. ഇതല്ലേ. ഓക്കെ, ഇതിൽ പോയിട്ട് നമ്മൾ പുതിയ ഫയലുകൾ ആഡ് ചെയ്യണം. പുതിയത് എന്തൊക്കെ script. അല്ല, ഇതുണ്ട്. ഇത് നമ്മൾ പുതിയത് ആഡ് ചെയ്താണ്. ഓക്കെ, എടുത്തിടാൻ അതെടുക്കാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് അതെടുത്തിടണം. പിന്നെ സർവീസ് വർക്കർ 2 മാസം തന്നെ ഉള്ളൂ. ഓക്കെ, 2 ഫയൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 തന്നെ ഉള്ളൂ. ഓക്കെ, അത് 2 തന്നെ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ JS എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈലിൽ ക്രോം ബ്രൗസറിൽ പോയി 3 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ബട്ടൺ കാണും. അതിന് ക്ലിക്ക് ചെയ്യുക. ആഡിങ് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും. എന്നിട്ട് നമ്മൾ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഇനി ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ വരാത്തത്, നമുക്ക് നേരെ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചെറിയ സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയ ടൈം എടുക്കും. ആകെ നമ്മളെ ഗെയിം അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കളേഴ്സൊക്കെ സ്വിച്ച് ചെയ്ത് സൂം ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വിച്ച് ചെയ്യാം. പെയിൻ്റൊക്കെ കൊടുക്കുക, കളറൊക്കെ കൊടുക്കാം. ഓക്കെ, ബൈ.